കൃത്യം രാവിലെ 7 മണിക്കു തന്നെ ജനറൽ ഗ്രാന്റ് സാൻ ഫ്രാൻസിസ്കോ തുറമുഖത്ത് നങ്കൂരമിട്ടു. കപ്പൽ തുറ ഫ്ലോട്ടിംഗ് മാതൃകയിലുള്ളതായിരുന്നതിനാൽ അത് കടലിന്റെ ഓളത്തിനനുസരിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരുന്നു. ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നവരും ചരക്കുകൾ കയറ്റുന്നവരും കപ്പൽ തുറയിൽ കാലുറപ്പിച്ച് നിൽക്കാൻ നന്നേ പാടുപെടുന്നുണ്ട്. വിവിധ രാജ്യങ്ങളുടെ ചരക്കു കപ്പലുകളും ഡബിൾ ഡെക്കർ സ്റ്റീമറുകളും തീരത്ത് അട്ടിയിട്ടതുപോലെ ഊഴം കാത്തുകിടക്കുന്നു. മെക്സിക്കോ, പെറു, ചിലി, ബ്രസീൽ, യൂറോപ്പ്, ഏഷ്യ, പസഫിക്കിലെ തന്നെ ദ്വീപുകൾ ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന തുറമുഖമാണ് സാൻ ഫ്രാൻസിസ്കോ. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്നതിന്റെ സന്തോഷം പാസ്പാർത്തുവിന്റെ മുഖത്ത് തിളങ്ങി നിന്നു. ആ സന്തോഷത്തിൽ കപ്പൽ തുറയിലൊന്ന് കുത്തിമറിഞ്ഞാലോ എന്ന് പോലും അയാൾ ചിന്തിച്ചുപോയി. എന്നാൽ പെട്ടെന്നു തന്നെ ചിതലെടുത്ത് നാശോന്മുഖമായിരുന്നൊരു തടിയിൽ ചവിട്ടി പാസ്പാർത്തുവിന്റെ ഒരു കാല് താഴേക്കു പതിക്കുകയും അയാൾ ബാലൻസ് തെറ്റി വീഴുകയും ചെയ്തു. എങ്കിലും ചാഞ്ചാടുന്ന കപ്പൽ തുറയിൽ നിന്നും അമേരിക്കയുടെ മണ്ണിലേക്ക് കാലെടുത്തു കുത്തിയപ്പോൾ അയാൾ ആനന്ദത്താൽ മതിമറന്നു നിന്നു. കപ്പൽ തുറയിൽ വലിയ കൂട്ടമായി ഇര തേടിയിരുന്ന കൊക്കുകളെയും നീർക്കാക്കകളെയും കണ്ടപ്പോൾ അയാൾക്ക് ലേശം ഭയം തോന്നുകയും ചെയ്തു. പുറത്തെത്തിയ ഉടൻ ഫീലിയാസ് ഫോഗ് അന്വേഷിച്ചത് ന്യൂയോർക്കിലേക്ക് അടുത്ത ട്രെയിൻ എപ്പോഴാണെന്നാണ്. വൈകുന്നേരം 6 മണിക്കാണ് അടുത്ത ട്രെയിൻ. അതായത് കാലിഫോർണിയയുടെ തലസ്ഥാന നഗരിയായ ഇവിടെ ഒരു പകൽ മുഴുവനും അയാൾക്ക് ലഭിച്ചിരിക്കുന്നു. ഔദയുടെയും അയാളുടെ തന്നെയും ലഗേജുകൾ ഫോഗ് തന്നെയാണ് ചുമന്നത്. പുറത്തെത്തി ഒരു വണ്ടി പിടിച്ചു. $3 ഇന്റർനാഷണൽ ഹോട്ടലിലേക്ക് പോകാൻ വണ്ടിക്കാരൻ തയ്യാറായി. പാസ്പാർത്തു വണ്ടിയുടെ മുകളിൽ കയറിയിരുന്നു. വണ്ടിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പാസ്പാർത്തു അമേരിക്കൻ നഗരം അത്ഭുതത്തോടെ ആവോളം കണ്ടു രസിച്ചു. എത്ര വലുപ്പമുള്ള നഗരം! ചെറിയ വീടുകൾ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നു. ആംഗ്ലോ സാക്സൺ ഗോത്തിക് ശൈലിയിലുള്ള പ്രൊട്ടസ്റ്റന്റുകാരുടെയും കത്തോലിക്കരുടെയും പള്ളികൾ, നിരവധി കാറുകളും ട്രാമുകളും വലിയ ഫാക്ടറി കെട്ടിടങ്ങളും സർക്കാർ മന്ദിരങ്ങളും, കാൽനടക്കാരുടെ വഴികളിൽ തിങ്ങി നിറഞ്ഞ് മുട്ടിയുരുമി നടക്കുന്ന അമേരിക്കക്കാരും യൂറോപ്യന്മാരും ചൈനക്കാരും ഇന്ത്യക്കാരും അടങ്ങിയ വലിയ ജനക്കൂട്ടം. ഏതാണ്ട് 2 ലക്ഷത്തിലധികം ജനങ്ങളുടെ നഗരം. ഓരോ കാഴ്ചകളും പാസ്പാർത്തുവിനെ ആവേശം കൊള്ളിച്ചു. സാൻ ഫ്രാൻസിസ്കോയെക്കുറിച്ച് പറഞ്ഞു കേട്ട കഥകളിൽ അയാളെ ഏറ്റവും പേടിപ്പെടുത്തിയിരുന്നത് 49ers എന്നറിയപ്പെട്ടിരുന്ന കൊള്ളസംഘത്തിന്റെ കൊടും ക്രൂരതകളാണ്. ഒരു കൈയിൽ തോക്കും മറുകൈയിൽ പിച്ചാത്തിയുമായി എന്തിനും പോന്നവരായിരുന്നു അവർ. എന്നാൽ ഇന്നതെല്ലാം മാറിയിരിക്കുന്നു. സാൻ ഫ്രാൻസിസ്കോ ഒരു വലിയ വ്യവസായ നഗരമായി ഉയർന്നിരിക്കുന്നു. യാത്രക്കിടയിൽ വലിയ ടവർ പോലെ തല ഉയർത്തി നിന്ന ടൗൺ ഹാളും ചതുരാകൃതിയിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന സത്വരങ്ങളും കണ്ടു. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ചൈന ടൗണും പിന്നിട്ട് വണ്ടി മുന്നോട്ടു നീങ്ങി. യൂറോപ്യൻ തലപ്പാവുകൾക്കും ഇന്ത്യൻ തലയെക്കെട്ടുകൾക്കും കടും ചുവപ്പ് ഷർട്ടുകൾക്കും പകരം സിൽക്ക് തൊപ്പികളും കറുത്ത സ്യൂട്ടുകളും ധരിച്ച മാന്യന്മാർ കച്ചവടക്കാരിൽ നിന്നും ആവശ്യമുള്ളതൊക്കെ വാങ്ങുന്നു. ചില കടകളിൽ ലോകത്തുള്ള സകലമാന ഉൽപ്പന്നങ്ങളും അടുക്കി വെച്ചിരിക്കുന്നു. ആ യാത്രയിൽ വലുപ്പമുള്ള മോൺഗോമറി സ്ട്രീറ്റും റീജന്റ് സ്ട്രീറ്റും ബ്രോഡ്വേയും കടന്നുപോയി. വണ്ടി ഇന്റർനാഷണൽ ഹോട്ടലിലെത്തി. ഹോട്ടലിന്റെ താഴത്തെ നിലയിൽ വിശാലമായൊരു മദ്യശാലയാണ്. ഹാളിൽ എവിടെ നോക്കിയാലും വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ബിസ്ക്കറ്റ്, തൈരിൽ മുക്കിയ ഇറച്ചി, മുത്തുച്ചിപ്പി സൂപ്പ് എന്നിവ ആർക്കു വേണമെങ്കിലും ആവശ്യത്തിന് കഴിക്കാം. ഒരു നിബന്ധന മാത്രം: ബാറിൽ നിന്നും ബിയർ, റം, ബ്രാൻഡി തുടങ്ങിയ മദ്യം വാങ്ങി കഴിക്കണമെന്ന് മാത്രം. ഔദയും ഫോഗും റെസ്റ്റോറന്റിൽ സൗകര്യപ്രദമായ സ്ഥലത്തിരുന്നു. കരിമരുതിന്റെ അത്രയും കറുപ്പ് നിറത്തിലുള്ള ചെറിയ പ്ലേറ്റുകളിൽ അവർക്ക് ലഘുഭക്ഷണം വിളമ്പി. വിശ്രമത്തിനു ശേഷം അവർ ഹോട്ടലിൽ നിന്നും ഇറങ്ങി. ഫോഗിന് തന്റെ പാസ്പോർട്ടിൽ ബ്രിട്ടീഷ് കോൺസുലേറ്റിൽ നിന്നും മുദ്ര വയ്ക്കാനുണ്ടായിരുന്നു. പാസ്പാർത്തുവിനെ അവന്റെ ഇഷ്ടത്തിന് കറങ്ങി വരാൻ അനുവദിച്ചു. ഫീലിയാസ് ഫോഗ് കോൺസുലേറ്റിലേക്കുള്ള വഴിയിൽ വെച്ച് മിസ്റ്റർ ഫിക്സിനെ അവിചാരിതമായി കണ്ടുമുട്ടി. ഫിക്സിനെ വീണ്ടും കണ്ടപ്പോൾ ഫോഗ് അത്ഭുതം കൂറി. കാരണം പസഫിക്കിലൂടെയുള്ള കപ്പൽ യാത്രയിൽ ഒരിക്കൽ പോലും ഫിക്സും ഫോഗും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നില്ല. പെട്ടെന്നുണ്ടായ പരിഭ്രമം മാറ്റിവെച്ച് ഫിക്സ് ഫോഗിനോട് കുശലം പറഞ്ഞു. അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും താനും യൂറോപ്പിലേക്കുള്ള യാത്രയിലാണെന്നും ഫോഗിനോടൊപ്പം യാത്ര ചെയ്യുന്നതിന് സന്തോഷമാണെന്നും ഫിക്സ് പറഞ്ഞു വെച്ചു. ഫീലിയാസ് ഫോഗിനെ യൂറോപ്പിൽ ചെല്ലുന്നതുവരെ തന്റെ കൺവെട്ടത്തു തന്നെ ഉറപ്പിച്ചു നിർത്താനാണ് ഫിക്സ് തന്ത്രം മെനഞ്ഞത്.
ഫോഗ് ഫിക്സിനെ സ്വാഗതം ചെയ്തു. അവർ 3 പേരും കൂടി സാൻ ഫ്രാൻസിസ്കോ നഗരം കാണാൻ പുറപ്പെട്ടു. നഗരത്തിൽ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ മോൺഗോമറി സ്ട്രീറ്റിൽ ഒരു വലിയ ആൾക്കൂട്ടം കണ്ടു. വഴിത്താരകളിലും വലിയ കെട്ടിടങ്ങളുടെ മുകളിലും മരങ്ങളിലും കടകൾക്ക് മുന്നിലുമായി ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്നു. നിരത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് ആരും തടസ്സമായി നിന്നില്ല. ബാനറുകളും കൊടികളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ആൾക്കൂട്ടം കൈകൾ ആകാശത്തേക്ക് ഉയർത്തി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. കാമർഫീൽഡ് വിജയിക്കട്ടെ, മൻഡിബോയ് വിജയിക്കട്ടെ. അതൊരു രാഷ്ട്രീയ മീറ്റിംഗ് ആയിരുന്നു. ആൾക്കൂട്ടത്തിനടുത്തെത്തിയപ്പോൾ ഫിക്സ് മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. സർ, നമ്മൾ ആൾക്കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആക്രമിക്കപ്പെട്ടേക്കാം. തീർച്ചയായും ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ മീറ്റിംഗ് ആയതിനാൽ മുഷ്ടിയുദ്ധം ഉറപ്പാണ്, ഫോഗ് പ്രതികരിച്ചു. ആൾക്കൂട്ടം കൂടുതൽ പ്രകോപിതരായി പരസ്പരം പോർവിളി തുടർന്നപ്പോൾ ഫിക്സും ഫോഗും ഔദയും മോൺഗോമറിയിലെ ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് സ്റ്റെയർകേസിലേക്ക് കയറി നിന്നു. അവർക്ക് താഴെയുള്ള റോഡിന്റെ മറുവശത്തെ മൈതാനം പോലുള്ള സ്ഥലമാണ് മീറ്റിംഗിന്റെ പ്രധാന കേന്ദ്രം. ഒരു പെട്രോളിയം സ്റ്റോറിനും കൽക്കരി സൂക്ഷിപ്പ് കേന്ദ്രത്തിനും ഇടയിലാണ് ഈ മൈതാനം. ജനക്കൂട്ടം മൈതാനം നിറഞ്ഞു കവിഞ്ഞു. എന്നാലും എന്തിന്റെ ഭാഗമായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ്? ഫീലിയാസ് ഫോഗിന് ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായില്ല. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തിയെ പട്ടാളത്തിന്റെയോ സിവിൽ സർവീസിന്റെയോ തലപ്പത്ത് നിയോഗിക്കപ്പെട്ടതിന്റെ ആഘോഷമായിരിക്കാം. അതുമല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ആരെയെങ്കിലും തിരഞ്ഞെടുക്കുകയോ ഗവർണറായി ആർക്കെങ്കിലും നിയമനം നടത്തുകയോ ചെയ്തതിന്റെ ഭാഗമായിരിക്കാം. നഗരത്തെ ഇളക്കിമറിച്ച ഈ ആൾക്കൂട്ടം മറ്റൊന്നുമാകാൻ തരമില്ല. ഫീലിയാസ് ഫോഗിന്റെ ചിന്തകൾ ഇങ്ങനെയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും അതിശക്തമായ ഒരു ഇളക്കം ഫോഗിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുഷ്ടി ചുരുട്ടിയ കൈകളും ബാനറുകളും തൊപ്പികളും അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു. മുദ്രാവാക്യത്തിന്റെ കരുത്ത് കൂടുകയും അലറി വിളിക്കുകയും ചെയ്യുന്നത് കേൾക്കാം. ജനക്കൂട്ടം ഒരു വലിയ സംഘർഷത്തിനുള്ള മുന്നൊരുക്കം നടത്തുകയാണ്. ഇടയ്ക്ക് വെടിയൊച്ചയും കേട്ടു. ഒരു സംഘം ആൾക്കാർ ഫീലിയാസ് ഫോഗും കൂട്ടരും നിന്നിരുന്ന സ്റ്റെയർകേസിന്റെ താഴെ എത്തി. 2 കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ തല്ല് തുടങ്ങി. മൻഡിബോയ് ആണോ കാമർഫീൽഡ് ആണോ തല്ലിൽ മുന്നിൽ നിന്നതെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. ഫിക്സ് ആകെ ഭയപ്പെട്ടുപോയി. അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഫീലിയാസ് ഫോഗും സംഘവും നിന്നിരുന്ന സ്റ്റെയർകേസിന്റെ പിന്നിലേക്ക് മറ്റൊരു വഴിയിലൂടെ ഒരു സംഘം എത്തിച്ചേർന്നു. അവർ മൻഡിബോയ് വിജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവരെ നേരിടാനായി കാമർഫീൽഡിന്റെ അനുയായികൾ സ്റ്റെയറിന്റെ താഴെ എത്തിയതോടെ ഫോഗും ഔദയും ഫിക്സും ഇവരുടെ ഇടയിൽ പെട്ടുപോയി. ഓടി രക്ഷപ്പെടാനുള്ള വഴി അടഞ്ഞുപോയി. കുറുവടിയും ഹോക്കി സ്റ്റിക്കുമായി പാഞ്ഞെടുത്ത കാമർഫീൽഡിന്റെ അനുയായികൾ അവരെ തള്ളിമാറ്റി മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. ഔദയെ ഫോഗും ഫിക്സും സംരക്ഷിച്ച് കവചം തീർത്തു. ആകപ്പാടെ ഉള്ളും തള്ളുമായി. ഫിക്സ് ചെറുത്തു നിൽക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. ജനക്കൂട്ടത്തിന്റെ നേതാവ് ഫോഗിനു നേരെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. എന്നാൽ ഫിക്സ് ഫോഗിനെ തള്ളി മാറ്റിയതിനാൽ ആ ഇടി കിട്ടിയത് ഫിക്സിനാണ്. ഇടികൊണ്ട് അയാളുടെ നെറ്റിത്തടം മുഴച്ചു വന്നു. ദേഷ്യം സഹിക്കാനാകാതെ ഫീലിയാസ് ഫോഗ് യാങ്കി എന്ന് ആക്രോശിച്ചുകൊണ്ട് അയാൾക്ക് നേരെ അടുത്തെങ്കിലും ഫിക്സ് വീണ്ടും ഇടികൊണ്ട് താഴെ വീണു. ഇതിനിടയിൽ അയാളുടെ കോട്ടുകൾ 2 കഷ്ണങ്ങളായി കീറിമുറിക്കപ്പെട്ടു. ട്രൗസർ പുതിയ ഫാഷൻ ഷോയിൽ അവതരിപ്പിക്കപ്പെട്ട വണ്ണം വികൃതമായി. ഫിക്സിനെ ആക്രമിച്ച തടിയൻ യാങ്കി എന്ന് വിളിച്ചതിനും പരുഷമായി നോക്കിയതിനും ഫീലിയാസ് ഫോഗിന് നേരെ തിരിഞ്ഞു. അയാൾ ആവുന്നത്ര ശബ്ദത്തിൽ ഒച്ചയെടുത്തു. ലിമേ, ഈ ചോദ്യത്തിന് ഉത്തരം അറിയാനായി നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടേണ്ടി വരും. ഫോഗ് തന്റെ സ്വതസിദ്ധമായ ക്ഷമയോടെ തടിയനോട് പ്രതികരിച്ചു. എപ്പോഴാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ആട്ടെ, താങ്കളുടെ പേരെന്താണ്? തടിയൻ ചോദിച്ചു. ഫീലിയാസ് ഫോഗ്. താങ്കളുടെ പേര്? കേണൽ സ്റ്റാം ഡബ്ല്യു പ്രോക്ടർ. ഒരു വിധത്തിൽ അവർ 3 പേരും ആ ആൾക്കൂട്ടത്തിൽ നിന്നും പുറത്തു കടന്നു. ഫോഗും ഔദയും കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുറത്തെത്തിയപ്പോൾ ഫീലിയാസ് ഫോഗ് ഫിക്സിന് നന്ദി പറഞ്ഞു. ഓക്കെ, അത് വിട്ടേക്കുക. എന്നിട്ട് എന്നെ പിന്തുടരുക. എങ്ങോട്ട്? ഒരു തയ്യൽക്കടയിലേക്ക്. ഫോഗിന്റെ വസ്ത്രത്തിനും പരിക്കുകളുണ്ടായിരുന്നു. 2 പേരും തയ്യൽക്കടയിലെത്തി പുതിയ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് 1 മണിക്കൂറിനുള്ളിൽ ഹോട്ടലിൽ തിരിച്ചെത്തി. അവരെത്തുമ്പോൾ പാസ്പാർത്തു
യജമാനനെയും കാത്ത് ഹോട്ടലിന്റെ മുന്നിലുണ്ടായിരുന്നു. പാസ്പാർത്തുവിന്റെ കയ്യിൽ 1/2 ഡസനോളം റിവോൾവറുകളും ഉണ്ടായിരുന്നു. അവിടെ നിന്നും വാങ്ങിയതാണ്. ഫോഗിന്റെ കൂടെ ഫിക്സിനെയും അത്ര സുഖകരമല്ലാത്ത അവസ്ഥയിൽ കണ്ടപ്പോൾ പാസ്പാർത്തുവിന്റെ നെറ്റി ചുളിഞ്ഞു. എന്നാൽ ഔദ ഉണ്ടായതെല്ലാം അയാളോട് വിവരിച്ചു. പാസ്പാർത്തു ശാന്തനായി. ഫിക്സ് വാക്ക് പാലിച്ചിരിക്കുന്നു. അയാളിപ്പോൾ ഫീലിയാസ് ഫോഗിന്റെ ശത്രുവല്ല, കൂട്ടുകക്ഷിയാണ്. അവർ ഹോട്ടലിൽ നിന്നും അത്താഴം കഴിച്ചു. 5:45 തന്നെ ഫോഗും സംഘവും റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കൃത്യസമയത്തു തന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് തിരിച്ചു. 3786 മൈൽ ദൂരമാണ് ന്യൂയോർക്കും സാൻ ഫ്രാൻസിസ്കോയും തമ്മിൽ. ഇത്രയും ദൂരം തടസ്സമില്ലാതെ റെയിൽ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ യാത്രക്കിടയിൽ ട്രെയിൻ പസഫിക്കിനും ഒഹാമയ്ക്കുമിടയിൽ റെഡ് ഇന്ത്യക്കാരുടെ വാസസ്ഥലത്തുകൂടി കടന്നുപോകുന്നു. വന്യമായ പടിഞ്ഞാറൻ ദേശങ്ങൾ എന്നാണ് അമേരിക്കക്കാർ ഈ പ്രദേശത്തെ വിളിക്കുന്നത്. വളരെ വിശാലമായ ഈ പ്രദേശം വലിയ കാടുകളും വന്യമൃഗങ്ങളും നിറഞ്ഞതാണ്. വിസ്തൃതമായ പുൽപ്രദേശങ്ങളും ആകാശം മുട്ടെ തല ഉയർത്തി നിൽക്കുന്ന പർവ്വതങ്ങളും കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും, അങ്ങനെ പ്രകൃതിയുടെ എല്ലാ വന്യതയും ഇവിടെ കാണാനാകും. റെയിൽവേ വരുന്നതിന് മുൻപ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഈ പ്രദേശത്തു കൂടി ന്യൂയോർക്കിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടിവരുമായിരുന്നു. ഇപ്പോഴത് 7 ദിവസമായി കുറഞ്ഞിരിക്കുന്നു. 1862 ഇതിന്റെ പണി തുടങ്ങിയത്. തെക്കൻ പ്രദേശങ്ങളുടെ എതിർപ്പ് മറികടന്ന് പ്രസിഡന്റ് ലിങ്കൺ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോവുകയായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. പസഫിക് റെയിൽ റോഡ് കമ്പനിയാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. നിരവധി പർവ്വത പ്രദേശങ്ങളിലൂടെ വേണം ട്രെയിൻ യാത്ര ചെയ്യേണ്ടത്. ഫീലിയാസ് ഫോഗിന് ഡിസംബർ 11 ന്യൂയോർക്കിൽ നിന്നും ലിവർപൂളിലേക്കുള്ള കപ്പൽ പിടിക്കുകയും വേണം. കമ്പാർട്ട്മെന്റുകളായി തിരിച്ചതായിരുന്നില്ല ട്രെയിൻ. ഇരു സൈഡിലും ക്രമമായി ഘടിപ്പിച്ചിരുന്ന സീറ്റുകൾ. 2 നിരയുടെയും ഇടയിലൂടെ ട്രെയിനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അനായാസേന സഞ്ചരിക്കാനാകും. അതുകൊണ്ട് റെസ്റ്റോറന്റ്, സലൂൺ, ബാർ എന്നിവ സ്ഥാപിച്ചിരുന്നിടത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല. ഈ ഇടനാഴിയിലൂടെ യാത്രക്കാരും കച്ചവടക്കാരും ഇടതടവില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. തിന്നാനും കുടിക്കാനും പുകവലിക്കാനുമുള്ള വിഭവങ്ങൾ, ന്യൂസ് പേപ്പർ എന്നിവയുമായി കച്ചവടക്കാർ എപ്പോഴും വന്നും പോയുമിരുന്നു. കൃത്യം 6 മണിക്ക് തന്നെ ട്രെയിൻ ഓക്ലാൻഡ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരുന്നു. ഈ സമയം ഇരുട്ട് കനത്തിരുന്നു. അതിശക്തമായി മഞ്ഞുവീഴ്ചയും ഉണ്ടായിരുന്നു. അന്തരീക്ഷം തികച്ചും മരവിച്ചു കിടന്നു. ട്രെയിൻ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. ഏതാണ്ട് 20 കിലോമീറ്ററിനപ്പുറം വേഗതയിലേക്ക് ഒരിക്കലും അത് ഓടിയില്ല. എങ്കിലും ന്യൂയോർക്കിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ ട്രെയിനുകൾക്ക് കഴിഞ്ഞിരുന്നു. വളരെ കുറച്ച് സംഭാഷണങ്ങൾ മാത്രമേ കമ്പാർട്ട്മെന്റിൽ ഉയർന്നു വന്നുള്ളൂ. എല്ലാവരും ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. പാസ്പാർത്തു ഫിക്സിന്റെ അടുത്ത് തന്നെ ഉറങ്ങാൻ കിടന്നെങ്കിലും അയാളോട് ഒന്നും സംസാരിച്ചില്ല. അടുത്തു നടന്ന സംഭവങ്ങൾ അവരുടെ ബന്ധത്തെ കൂടുതൽ ശത്രുതയിലേക്കാണ് നയിച്ചത്. എല്ലാ തരത്തിലുമുള്ള അനുകമ്പയും പാസ്പാർത്തുവിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ഫിക്സ് ആകട്ടെ തന്റെ അടിസ്ഥാന സ്വഭാവം ഉപേക്ഷിച്ചതുമില്ല. പാസ്പാർത്തു കഴിവതും ഫിക്സിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിച്ചു. അയാളുടെ ഓരോ നീക്കത്തെയും പാസ്പാർത്തു സംശയത്തോടെയാണ് കണ്ടത്. യാത്ര തുടങ്ങി 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ മഞ്ഞിന്റെ ശക്തി വല്ലാതെ കൂടി. എങ്കിലും യാത്രയെ അതൊട്ടും ബാധിച്ചിരുന്നില്ല. ജനാലകൾ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ആകെ കാണാനാകുന്നത് ഭൂമി മുഴുവൻ വെള്ളയിൽ പുതഞ്ഞു കിടക്കുന്നതാണ്. 8 മണിയായപ്പോൾ ട്രെയിനിലെ ഒരു കാര്യസ്ഥനെത്തി കിടക്കാനുള്ള സമയമായെന്നറിയിച്ചു. ഈ ട്രെയിൻ പൂർണ്ണമായും സ്ലീപ്പർ കാർ ആയിരുന്നതിനാൽ ഓരോരുത്തർക്കും ഇരുന്നിരുന്ന സീറ്റുകളെ മിനിറ്റുകൾക്കുള്ളിൽ കിടക്കയാക്കി മാറ്റാനായി. ട്രെയിൻ മൊത്തത്തിൽ ഒരു ഡോർമെട്രിയായി മാറി. കിടക്കകളെ വേർതിരിക്കുന്ന കർട്ടനുകൾ താഴ്ത്തിയിട്ടു. മഞ്ഞുപോലെ നിറമുള്ള ഷീറ്റുകളും പതുപതുത്ത തലയിണകളും ഉറക്കത്തെ സുഖകരമാക്കാൻ പര്യാപ്തമായിരുന്നു. എല്ലാവർക്കും ചെയ്യാനുള്ള ഒരേ ഒരു ജോലി കിടന്നുറങ്ങുക എന്നത് മാത്രമായിരുന്നു. ഈ സമയം ട്രെയിൻ അതിന്റെ വേഗതയെ ഒട്ടും കുറയ്ക്കാതെ കാലിഫോർണിയ സംസ്ഥാനത്തിലൂടെ മുന്നോട്ട് നീങ്ങി. സാൻ ഫ്രാൻസിസ്കോയ്ക്കും സാക്രാമെന്റോയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശം ഏതാണ്ട് സമതലമാണെന്ന് പറയാം. സെൻട്രൽ പസഫിക് റോഡെന്നാണ് ഇവിടുത്തെ റെയിൽവേ അറിയപ്പെട്ടിരുന്നത്. സാക്രാമെന്റോയിൽ നിന്നും ആരംഭിക്കുന്ന ഈ റെയിൽ റോഡ് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ച്
ഒമാഹയിൽ നിന്നും എത്തുന്ന മറ്റൊരു ലൈനിൽ കൂട്ടിമുട്ടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സാൻ ഫ്രാൻസിസ്കോയ്ക്കും സാക്രമെന്റോയ്ക്കും ഇടയ്ക്ക് ട്രെയിൻ വടക്ക് കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതാകട്ടെ സാൻ പാബ്ലോ ബേയിൽ നിന്നും ഉത്ഭവിക്കുന്ന അമേരിക്കൻ നദിക്ക് സമാന്തരമായിട്ടാണ് കിടക്കുന്നത്. 120 മൈൽ ദൈർഘ്യമുണ്ട് ഈ രണ്ട് നഗരങ്ങൾക്കുമിടയിൽ. 6 മണിക്കൂർ യാത്ര ചെയ്താലേ ഒരിടത്തു നിന്നും മറ്റേയിടത്തേക്ക് എത്താനാകൂ. ട്രെയിൻ സാക്രമെന്റോയിൽ എത്തുമ്പോൾ അർദ്ധരാത്രിയാകും. യാത്രക്കാരെല്ലാം തന്നെ അവരുടെ ഉറക്കത്തിന്റെ ആദ്യഘട്ടത്തിലായിരിക്കും അപ്പോൾ. കാലിഫോർണിയയുടെ തലസ്ഥാന നഗരിയായ സാക്രമെന്റോയിലെ കാഴ്ചകൾ യാത്രക്കാർക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ നഗരക്കാഴ്ചകളും വലിയ ഹോട്ടലുകളും പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളും അവർ ഒരിക്കലും കാണുന്നില്ല. ജംഗ്ഷൻ, റോജിൻ, ആബേൺ, കോൾഫാക്സ് എന്നീ സ്റ്റേഷനുകളെ പിന്നിട്ട് ട്രെയിൻ സിയറ നെവേഡ ലക്ഷ്യമാക്കി നീങ്ങി. രാവിലെ 7 മണിക്ക് അവർ സിസ്കോ സ്റ്റേഷനിലെത്തി. 1 മണിക്കൂറിനുള്ളിൽ ഡോർമെട്രികൾ മടക്കി സീറ്റുകളാക്കി. എല്ലാവരും പുറത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് മടങ്ങി. പ്രകൃതി രമണീയമായ പർവ്വതങ്ങളെ താണ്ടി വണ്ടി മുന്നോട്ടു പോയി. കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഫിർമരങ്ങളും വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന പർവ്വത ചരിവുകളും പിന്നിട്ട് വണ്ടി നീങ്ങി. ടണലുകളോ പാലങ്ങളോ ഒന്നും തന്നെ ഈ സ്ഥലങ്ങളിലില്ല. കുന്നുകളുടെ അരികിലൂടെയാണ് ട്രാക്ക് കടന്നു പോകുന്നത്. പ്രകൃതി അനുവദിച്ചിട്ടുള്ള നേരായ വഴികളിലൂടെ കടന്നു പോകുക എന്നതല്ലാതെ യാതൊരു എളുപ്പമാർഗവും അവശേഷിച്ചിരുന്നില്ല. ഏകദേശം 9 മണിക്ക് ട്രെയിൻ കാർസൺ സിങ്ക് വഴി നെവേദ സംസ്ഥാനത്ത് പ്രവേശിച്ചു. അവിടെ നിന്നും വടക്ക് കിഴക്കേ ഭാഗത്തേക്ക് യാത്ര തുടർന്നു. 12 മണിക്ക് റെനോ പിന്നിട്ടു. അവിടെ 20 മിനിറ്റ് ഉച്ചഭക്ഷണത്തിനായി പിടിച്ചിട്ടിരുന്നു. ഇവിടെ റെയിൽവേ ലൈനുകൾ ഏതാനും മൈലുകൾ വടക്കോട്ട് ഹംബോൾട്ട് നദിക്ക് സമാന്തരമായിട്ടാണ് കടന്നുപോയിരുന്നത്. ഉച്ചഭക്ഷണത്തിനു ശേഷം ഫീലിയാസ് ഫോഗും ഔദയും പാസ്പാർത്തുവും ഫിക്സും അവരവരുടെ സീറ്റുകളിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചു. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പ്രയറി പുൽമേടുകൾ, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, പർവ്വതങ്ങളുടെ മുകളിൽ നിന്നും താഴേക്ക് കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ, വലിയ കൂട്ടങ്ങളായി മേഞ്ഞു നടക്കുന്ന കാട്ടുപോത്തുകൾ. ഈ കാട്ടുപോത്തിന്റെ സൈന്യം ചിലപ്പോഴൊക്കെ ട്രാക്കിൽ കടന്നു കയറി ട്രെയിനിന്റെ വഴിമുടക്കി. ഇത്തരം സന്ദർഭങ്ങളിൽ എഞ്ചിൻ ഡ്രൈവർ വണ്ടി നിർത്തിയിടുകയും നിരന്തരമായി ഹോൺ മുഴക്കി അവറ്റകളെ ട്രാക്കിൽ നിന്നും മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് 3 മണി സമയത്ത് 10,000-ഓളം വരുന്ന ഒരു വലിയ കാട്ടുപോത്ത് സൈന്യം ട്രെയിനിന്റെ യാത്രയെ തടസ്സപ്പെടുത്തി. കുറെ ദൂരം ഇവരുടെ സൈനിക നിര ട്രാക്കിൽ കടന്നുകയറി ഭീഷണി മുഴക്കി. അസഹ്യമായി മുക്കറയിട്ട് യാത്രക്കാരെ അസ്വസ്ഥരാക്കി. ചെറിയ വാലും ചെറിയ കാലുകളുമായിരുന്നെങ്കിലും ഇവറ്റകൾ യൂറോപ്പിലെ കാളക്കൂറ്റന്മാരെക്കാളും വലിപ്പമുള്ളവയായിരുന്നു. തോളിലെ മസിലുകൾ വലിയ മുഴകളായി മാറിയിട്ടുണ്ട്. കഴുത്തിലും തലയിലും തോളിലും വലിയ രോമങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇവറ്റകളുടെ യാത്രാഗതിയെ വഴിതിരിച്ചു വിടാനോ നിയന്ത്രിക്കാനോ സാധ്യമല്ല. യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഇവരുടെ മുന്നിൽ വിലപ്പോവുകയില്ല. അസാധാരണമായ ഇത്തരം കാഴ്ചകൾ കാണാനായി യാത്രക്കാരെല്ലാം പുറത്തിറങ്ങി നിന്നു. എന്നാൽ ഫീലിയാസ് ഫോഗു മാത്രം ട്രെയിനിൽ തന്റെ സീറ്റിലിരുന്നു കൊണ്ടാണ് എല്ലാം നിരീക്ഷിച്ചത്. ഈ കാളക്കൂട്ടങ്ങൾ വഴി തടസ്സപ്പെടുത്തി തന്റെ യജമാനന്റെ യാത്രയെ അപകടപ്പെടുത്തുമോ എന്ന ഭയമായിരുന്നു പാസ്പാർത്തുവിന്. എല്ലാത്തിനെയും വെടിവെച്ച് തുരത്തുകയാണ് വേണ്ടതെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. എന്തൊരു നാടാണിത്! കുറെ കാളകൾ ചേർന്ന് ട്രെയിൻ തടഞ്ഞിടുന്നു, യാത്ര തടസ്സപ്പെടുത്തുന്നു. യജമാനന്റെ യാത്രാ പദ്ധതിയിൽ ഈ കാളക്കൂട്ടത്തിന്റെ വഴി തടസ്സപ്പെടുത്തലും മുൻകൂട്ടി കണ്ടിരുന്നോ എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്തുകൊണ്ടാണ് എഞ്ചിൻ ഡ്രൈവർ അവറ്റുകളുടെ നെഞ്ചത്ത് കൂടി എഞ്ചിൻ ഓടിച്ചു കയറ്റാതെ ഇങ്ങനെ താളം ചവിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പാസ്പാർത്തു ഇങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും എഞ്ചിൻ ഡ്രൈവർ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം ഒരിക്കലും പ്രകൃതിയുടെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ സാഹസത്തിന് മുതിർന്നില്ല. കാളക്കൂറ്റന്മാർ കരുത്തരാണ്. അവരിൽ ഒന്നിനെ തട്ടിയാൽ പോലും എഞ്ചിൻ റെയിലിൽ നിന്നും തെന്നി മാറിയേക്കാം. അതാകട്ടെ യാത്രയെ തന്നെ തടസ്സപ്പെടുത്താൻ കാരണമാകും. അതിനാൽ ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ. ഇവരുണ്ടാക്കുന്ന സമയനഷ്ടം ചിലപ്പോൾ ഓട്ടത്തിനിടയിൽ തിരിച്ചു പിടിക്കാനാവും. കാട്ടുപോത്തുകളുടെ സൈന്യം ട്രാക്കിനെ മറികടക്കുന്നതിന് ഏകദേശം 3 മണിക്കൂറുകൾ എടുത്തു. അപ്പോഴേക്കും ഇരുൾ വീണിരുന്നു. സൈന്യത്തിലെ അവസാനത്തെ അംഗം റെയിൽവേ കടന്നപ്പോൾ അവരുടെ നേതൃത്വം ചിലപ്പോൾ തെക്കേ ചക്രവാളത്തിന്റെ അറ്റത്തെത്തിയിട്ടുണ്ടാവാം.
8 മണിയോടെ ട്രെയിൻ ഹംബോൾട്ട് റേഞ്ച് കടന്നു. 9:30 ആയപ്പോഴേക്കും യൂട്ടാ പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചു. പ്രശസ്തമായ ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഇവിടെയാണ്. യൂട്ടാ മോർമോൺ വിഭാഗത്തിന്റെ പ്രധാന കേന്ദ്രം കൂടിയാണ്. ഡിസംബർ 5-ാം തീയതി രാത്രി മുഴുവൻ ട്രെയിൻ തെക്ക് കിഴക്കോട്ട് സഞ്ചരിച്ചു. 6-ാം തീയതി 9 മണിയായപ്പോൾ പാസേജിലൂടെ നടന്ന് അല്പം ശുദ്ധവായു ശ്വസിക്കാൻ പാസ്പാർത്തു തീരുമാനിച്ചു. ആകാശം നരച്ചിരുന്നു. നല്ല തണുപ്പുണ്ട്. എന്നാൽ മഞ്ഞുവീഴ്ചയില്ല. മഞ്ഞുകണങ്ങളാൽ മറയ്ക്കപ്പെട്ടിരുന്ന സൂര്യൻ ഒരു വലിയ സ്വർണ്ണ നാണയം പോലെ കാണപ്പെട്ടു. അത് ശരിക്കും സ്വർണമായിരുന്നെങ്കിൽ പൗണ്ട് സ്റ്റെർലിംഗായി കണക്കാക്കിയാൽ എന്ത് മൂല്യം വരുമെന്ന് പാസ്പാർത്തു മനസ്സിൽ കൂട്ടിനോക്കി. എന്നാൽ കണക്ക് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അപരിചിതനായ ഒരു വ്യക്തിയെ ട്രെയിനിൽ കണ്ടതിനാൽ പാസ്പാർത്തുവിന്റെ ശ്രദ്ധ അയാളിലായി. എൽക്കോ സ്റ്റേഷനിൽ നിന്നാണ് അയാൾ ട്രെയിനിൽ കയറിയത്. ഇരുണ്ട നിറത്തിലുള്ള നല്ല ഉയരമുള്ള ഒരു മനുഷ്യൻ. കറുത്ത താടി, കറുത്ത കാലുറ, കറുത്തതും സിൽക്കിൽ നിർമ്മിച്ചതുമായ തൊപ്പി, കറുത്ത മേൽക്കുപ്പായം, കറുത്ത ട്രൗസർ, വെളുത്ത ടൈ, നരച്ച കയ്യുറകൾ. മൊത്തത്തിൽ ഒരു ബ്രിട്ടീഷ് മന്ത്രിയുടെ ഭാവം. അയാൾ ട്രെയിനിലെ ഓരോ വാതിലുകളിലും കൈകൾ കൊണ്ട് എഴുതിയ പോസ്റ്ററുകൾ പതിച്ചു നടന്നു. കമ്പാർട്ട്മെന്റ് നമ്പർ 48-ലെ വാതിലിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്റർ പാസ്പാർത്തു വായിച്ചു നോക്കി. മോർമോണിസത്തെക്കുറിച്ച് പ്രശസ്ത മോർമോൺ മിഷണറി പ്രവർത്തകൻ വില്യം ഹിച്ച് 11 മണി മുതൽ 12 മണി വരെ കമ്പാർട്ട്മെന്റ് നമ്പർ 117-ൽ പ്രഭാഷണം നടത്തുന്നതാണ്. വരിക, കേൾക്കുക. എല്ലാവർക്കും സ്വാഗതം. ഞാൻ തീർച്ചയായും പോകും, പാസ്പാർത്തു പ്രതികരിച്ചു. മോർമോണിസത്തെക്കുറിച്ച് പാസ്പാർത്തുവിന് ഒരു നിശ്ചയവുമില്ലായിരുന്നു. അവരുടെ ബഹുഭാരിത്വത്തെക്കുറിച്ച് അയാൾ കേട്ടിരുന്നില്ല. 11:30 ആയതോടെ 117 നമ്പർ കമ്പാർട്ട്മെന്റിൽ ഏതാണ്ട് 100ഓളം യാത്രക്കാർ കേൾവിക്കാരായി എത്തി. പാസ്പാർത്തു അതിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. ഫീലിയാസ് ഫോഗിനും ഫിക്സിനും ഇതിൽ വലിയ താല്പര്യം തോന്നിയില്ല. ഞാൻ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നു, ജോയി സ്മിത്ത് രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഹൈറം രക്തസാക്ഷിയാണ്. ഫെഡറൽ ഗവൺമെന്റ് ഞങ്ങളുടെ പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴിതാ ബ്രിഗാം യങ്ങിനെയും അവർ രക്തസാക്ഷിയാക്കാൻ പരിശ്രമിക്കുന്നു. എന്റെ ഈ വാക്കുകളെ എതിർക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അയാളെ എതിർക്കാൻ കേൾവിക്കാരിൽ ആരും ധൈര്യം കാണിച്ചില്ല. ഒരു മിഷണറി എന്നതിനേക്കാൾ പരുഷമായിരുന്നു അയാളുടെ മുഖഭാവങ്ങൾ. മോർമോണിസം എന്ന മതഭ്രാന്തന്മാർക്ക് അക്കാലത്ത് അമേരിക്കൻ സർക്കാരിൽ നിന്നും നേരിടേണ്ടി വന്ന തിരിച്ചടികളെക്കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നതെന്ന് വ്യക്തമാണ്. അമേരിക്കൻ ഫെഡറൽ സർക്കാർ അനിയന്ത്രിതമായ ബഹുഭാരിത്വവും അരാജകത്വവും പ്രോത്സാഹിപ്പിച്ച ഈ വിശ്വാസികളെ ശക്തമായി അടിച്ചമർത്തി യൂട്ടാ പ്രവിശ്യയിൽ നിയമവ്യവസ്ഥ സ്ഥാപിക്കുകയും അവരുടെ നേതാവായിരുന്ന ബ്രിഗാം യങ്ങിനെ തടവിലാക്കുകയും ചെയ്തിരുന്നു. അന്നുമുതൽ യങ്ങിന്റെ അനുയായികൾ ഫെഡറൽ സർക്കാരിനെതിരെ പരസ്യമായും രഹസ്യമായും പോരാട്ടത്തിലാണ്. വില്യം ഹിച്ച് ട്രെയിനിൽ തന്റെ മതവിശ്വാസത്തിന്റെ മാഹാത്മ്യം വിളമ്പി വിശ്വാസികളെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. മോർമോണിസത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യത്തെക്കുറിച്ചും ബൈബിൾ കാലം മുതൽ അത് നിലനിന്നിരുന്നതായും അയാൾ കേൾവിക്കാരെ ബോധവൽക്കരിച്ചു. അയാളുടെ ശബ്ദം ഉയരുകയും അതിനനുസരിച്ച് ശരീരം ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തു. സുവിശേഷ പ്രസംഗം അരോചകമായപ്പോൾ കേൾവിക്കാരിൽ നല്ലൊരു പങ്കും അപ്രത്യക്ഷരായി. അവസാനം 10 പേർ മാത്രമായി. അതിലൊരാൾ പാസ്പാർത്തു ആയിരുന്നു. അയാൾ സുവിശേഷം പൂർണ്ണമായും കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ സുവിശേഷകനു മുന്നിൽ പാസ്പാർത്തു മാത്രമായി അവശേഷിച്ചു. സുവിശേഷകൻ പാസ്പാർത്തുവിനോട് ചോദിച്ചു, താങ്കൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്നുകൂടെ? ഒരിക്കലുമില്ല എന്ന് മറുപടി പറഞ്ഞിട്ട് പാസ്പാർത്തു അവിടെ നിന്നും ഓടിമറഞ്ഞു. സുവിശേഷ പ്രസംഗം അവസാനിച്ചപ്പോഴേക്കും ട്രെയിൻ സോൾട്ട് ലേക്ക് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ അമേരിക്കയിലെ ചാവുകടൽ എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് സോൾട്ട് ലേക്കിന്റെ സൗന്ദര്യം ആസ്വദിക്കാനാവും. വെളുത്ത നിറത്തിലുള്ള ഉപ്പുപാറയ്ക്ക് ചുറ്റും പ്രകൃതി വലിയ പർവ്വതങ്ങൾ കൊണ്ട് അതിർത്തികൾ സംരക്ഷിച്ചിരിക്കുന്നു. 70 മൈൽ നീളത്തിലും 35 മൈൽ വീതിയിലുമുള്ള ഈ ഉപ്പു തടാകം സമുദ്രനിരപ്പിനേക്കാൾ 3800 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രീക്കുകാർ അസ്ഫാൾട്ടിക് തടാകമെന്ന് വിളിച്ചിരുന്ന ജോർദാനിലെ ചാവുകടലിന് നേർവിപരീതത്തിലുള്ള ഒരു പ്രകൃതി പ്രതിഭാസമാണ് ഗ്രേറ്റ് സോൾട്ട് ലേക്ക്. ചാവുകടൽ സമുദ്രനിരപ്പിനേക്കാൾ 1200 അടി താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് മോർമോണുകൾ കൃഷി ചെയ്യുന്നു. അവർ നല്ല കൃഷിക്കാരാണ്. കന്നുകാലികളെ വളർത്തുന്നതിലും അവർ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്.
ഗോതമ്പും ചോളവും ധാരാളമായി കൃഷി ചെയ്തിട്ടുണ്ട്. മഞ്ഞുവീഴ്ചയുടെ കാലം കഴിഞ്ഞാൽ ഇവിടെയെല്ലാം കാട്ടുറോസും അക്കേഷ്യയും ഇലക്കള്ളിയും പൂത്തുലയും. എന്നാൽ ഈ സമയത്തു പോലും ഭൂമിയുടെ ഉപരിതലം മഞ്ഞിന്റെ പൊടികളാൽ വെളുത്തിരിക്കും. 2 മണിക്ക് ട്രെയിൻ ഓഗ്ഡൻ സ്റ്റേഷനിലെത്തി. ഇനി 6 മണിക്ക് മാത്രമേ അവിടെ നിന്നും പുറപ്പെടുകയുള്ളൂ. ഫീലിയാസ് ഫോഗും സംഘവും അവിടെ ഇറങ്ങി ഗ്രേറ്റ് സോൾട്ട് ലേക്ക് കാണുന്നതിനായി പുറപ്പെട്ടു. ഈ അമേരിക്കൻ നഗരം കണ്ടുവരുന്നതിന് 2 മണിക്കൂർ മതിയാകും. എല്ലാ അമേരിക്കൻ നഗരങ്ങളുടെയും മാതൃക തന്നെയാണ് ഇവിടെയും കാണാനാവുന്നത്. വസാച്ച് റേഞ്ചിനും ജോർദാൻ നദിക്കുമിടയിൽ സ്ഥാപിച്ചിട്ടുള്ള നഗരത്തിൽ അവർ 3 മണിക്ക് എത്തിച്ചേർന്നു. ചർച്ചുകളുടെ സ്ഥാനത്ത് പ്രവാചകന്മാരുടെ ഭവനമാണ് എവിടെയും കാണുന്നത്. കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇഷ്ടികയുടെ നിറം നീലയാണ്. എല്ലാ കെട്ടിടങ്ങൾക്കും വരാന്തയും ബാൽക്കണിയുമുണ്ട്. അക്കേഷ്യയും പനയും വെച്ചു പിടിപ്പിച്ചിട്ടുള്ള മനോഹരമായ പൂന്തോട്ടങ്ങൾ കെട്ടിടങ്ങളുടെ പരിസരത്തെ മനോഹരമാക്കുന്നു. മണലും ഇഷ്ടികയും ഉപയോഗിച്ച് 1853 നിർമ്മിച്ച ഒരു വലിയ കെട്ടിടം നഗരത്തിന്റെ മധ്യഭാഗത്ത് തന്നെയുണ്ട്. പ്രധാന നഗരത്തിൽ തന്നെയാണ് സോൾട്ട് ലേക്ക് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൽ വലിയ തിരക്കൊന്നുമില്ല. ഏറെക്കുറെ വിജനമാണ് താനും. അല്പം തിരക്ക് അനുഭവപ്പെടുന്നത് മോർമോണുകളുടെ ആരാധനാ സ്ഥലത്ത് മാത്രമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ നിരവധി വേലിക്കെട്ടുകൾ കടന്നു വേണം പോകാൻ. നിരവധി മോർമോൺ സ്ത്രീകൾ അങ്ങോട്ടേക്ക് പോകുന്നത് കാണാം. എല്ലാ മോർമോണുകളും ബഹുഭാര്യത്വം ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണെന്ന് കരുതുന്നത് ശരിയല്ല. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ മോർമോൺ മതത്തിലെ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ ഇടം കിട്ടണമെങ്കിൽ വിവാഹ ജീവിതം അനിവാര്യമായിരുന്നു. മോർമോണുകൾ ഇഹലോക ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവാന്മാരായിരുന്നില്ല. മോർമോൺ വനിതകളിൽ സമ്പന്നർ കറുത്ത സിൽക്ക് കോട്ടുകൾ ഉപയോഗിച്ചപ്പോൾ അവരിൽ സാധാരണക്കാർ കോട്ടൺ പ്രിന്റുകളാണ് വസ്ത്രങ്ങളായി ഉപയോഗിച്ചത്. മോർമോൺ സ്ത്രീകളെ കണ്ടപ്പോൾ പാസ്പാർത്തു ചിന്തിച്ചത് ഈ സ്ത്രീകളെയെല്ലാം സ്വർഗവാസികളാക്കാനുള്ള ഉത്തരവാദിത്വം മോർമോൺ പുരുഷന്മാരിലാണല്ലോ എന്നാണ്. ഏതായാലും അവരുടെ നഗര പര്യടനം അധിക സമയം നീണ്ടുപോയില്ല. 4 മണിയാകാൻ ഏതാനും മിനിറ്റുകൾ ബാക്കി നിൽക്കെ അവർ സ്റ്റേഷനിൽ തിരിച്ചെത്തി അവരവരുടെ സീറ്റുകളിലിരുന്നു. 6 മണിക്കു തന്നെ ട്രെയിൻ പുറപ്പെടുന്നതിനുള്ള വിസിൽ മുഴങ്ങി. വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ ഒരു മോർമോൺ പുരുഷൻ വണ്ടിയിൽ കയറുന്നതിനായി ഓടി വന്നു. നിർത്തണേ നിർത്തണേ എന്ന് അയാൾ അലമുറയിടുന്നുണ്ട്. എന്നാൽ ഓടാൻ തുടങ്ങിയ ട്രെയിൻ യാത്രക്കാർക്കായി വീണ്ടും നിർത്താറില്ല. അയാൾ തന്നെക്കൊണ്ടാവും വിധം വേഗത്തിൽ ഓടി. ട്രാക്കിനെ വേർതിരിക്കുന്ന വേലിക്കെട്ടുകൾ ഇല്ലാതിരുന്നതിനാൽ അയാൾക്കും ട്രെയിനിനുമിടയിൽ തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. ചലിച്ചുകൊണ്ടിരുന്ന ട്രെയിനിന്റെ അവസാനത്തെ വാതിലിൽ കൂടി ഒരുവിധം അകത്തു കടന്ന് ശ്വാസം നിലച്ച മട്ടിൽ അയാൾ വീണുപോയി. പാസ്പാർത്തു ആകട്ടെ ട്രെയിനിൽ കയറാൻ താമസിച്ചെത്തിയ ആ മനുഷ്യന്റെ ചേഷ്ടകൾ തുടക്കം മുതൽ നിരീക്ഷിക്കുകയായിരുന്നു. പാസ്പാർത്തു തന്റെ നിരീക്ഷണം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ആ യൂട്ടാ പൗരൻ മറ്റാരുമായോ അടിപിടി കൂടിയ ശേഷം ഓടി ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയതാണെന്ന് ഉറപ്പാണ്. ശ്വാസതടസ്സം മാറി അയാൾ സാധാരണ നിലയിലേക്ക് തിരികെ എത്തിയപ്പോൾ പാസ്പാർത്തു പതുക്കെ അടുത്തുകൂടി. അയാൾക്ക് എത്ര ഭാര്യമാരാണ് ഉള്ളതെന്നറിയാൻ പാസ്പാർത്തുവിന് ആകാംക്ഷയായി. 20 ഉണ്ടായിരിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു. അക്കാര്യം അയാളോട് ചോദിക്കുകയും ചെയ്തു. സർ, ഒരാൾ മാത്രം, അതുതന്നെ ധാരാളം, അത് തന്നെ ധാരാളം, അയാൾ മറുപടി പറഞ്ഞു.